നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു 5.5 കോടി രൂപയുടെ സൗര സൊല്യൂഷൻസ് മനോജ്, ഇതൊരു വിവാദമായ കേസാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വിട്ടിരുന്നു. 5.5 കോടി രൂപ മനോജിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. ആ വാർത്ത വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ലെറ്റർ അടിയന്തരമായി തന്നെ KSEB ബോർഡ് സെക്രട്ടേറിയറ്റിൽ നിന്നും ലഭിച്ചു. ഈ വാർത്താ പ്രാധാന്യം എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബോർഡ് സെക്രട്ടേറിയറ്റിലുള്ള വ്യക്തികൾക്ക് മനസ്സിലായി. ചെയർമാൻ നിർദ്ദേശം നൽകിയിരുന്നു. 21/1/2026 നൽകിയ നിർദ്ദേശം ബോർഡ് സെക്രട്ടേറിയറ്റിലുള്ളവർ മരവിപ്പിച്ചിരുന്നു. അന്നൊരു ബോർഡ് ഓർഡർ ഇറങ്ങി. 5.5 കോടി രൂപ ആ വിധി വന്നപ്പോൾ അപ്പീൽ കൊടുക്കണം എന്ന് ഞങ്ങൾ കത്തെഴുതിയിരുന്നു. ഗ്രൗണ്ട് ഉൾപ്പെടെ, അപ്പീലിൻ്റെ ഗ്രൗണ്ട് ഉൾപ്പെടെ ഞങ്ങൾ കത്തെഴുതിയിരുന്നു. ആ കത്ത് ചെയർമാന് മനസ്സിലായി ഇത് ഗുരുതരമായ വീഴ്ചയാണ്. ഞാനും അപ്പനും സഹോദരിയും എന്ന കമ്മിറ്റിയാണ് അവിടുത്തെ ലാ ഡിപ്പാർട്ട്മെന്റ് എന്നും സിജിയുടെ കഥ ഇന്നലെ ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പഞ്ചാബകേശന്റെ കഥ പറഞ്ഞു. അതും അതുപോലെ തന്നെ. ഈ അപ്പനും ഞാനും സഹോദരിയും എന്ന ട്രസ്റ്റ് കമ്മിറ്റിയാണ് നടക്കുന്നത്. വൈദ്യുതി ഭവനിലെ ലാ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. അപ്പോൾ ഈ 5.5 കോടി രൂപയ്ക്ക് അപ്പീൽ പോകാൻ തീരുമാനിച്ചു. അപ്പീലിന്റെ പ്രിപ്പയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ താമസിക്കുന്നു അപ്പീൽ കൊടുക്കാൻ. സൗര മനോജിന് കണ്ടംപ്റ്റ് കോർട്ട് വരാൻ വേണ്ടി താമസിപ്പിച്ചു. ഇത്രയും വൃത്തികെട്ടവന്മാർ റിട്ടയർഡ് ജില്ലാ ജഡ്ജി ആയിരുന്നാലും ശരി, സീനിയർ ലോ ഓഫീസർ ആയിരുന്നാലും ശരി. ഈ സീനിയർ ലോ ഓഫീസർക്ക് ഒരു കഥയും കൂടെ ഉണ്ട്. അവൻ ബോർഡിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു 2013. ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഈ കത്ത് വന്നതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ പരമച്ചെറ്റകൾ അവിടെ നിന്ന് അടിച്ചിറക്കേണ്ട സമയമായി. അതിനാണ് ഞങ്ങളുടെ അടുത്ത ശ്രമം. ഇല്ല എന്നുണ്ടെങ്കിൽ പൊതുജനം പ്രതികരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കോർണറിൽ ഈ KSEBയിലെ അഴിമതിയും KSEBയിലെ കറണ്ട് ചാർജ് കൂടാൻ കാരണവും കേസുകൾ തോൽക്കുന്നത് കാരണമാണ് KSEBക്ക് നഷ്ടം വരുന്നതെന്നും ഈ പഞ്ചാബകേശനും സിജികുമാറും മറ്റു അനുചര വൃന്ദങ്ങളും KSEBയിൽ നടത്തുന്ന വൃത്തികേട് കൊണ്ടാണ് കറണ്ട് ചാർജ് വർധനവെന്നും പ്രമുഖ കമ്പനികൾക്ക് കറണ്ട് ചാർജ് വർധനവ് വരുമ്പോഴും APTS പിടിക്കുമ്പോഴും കേസ് നടത്തി പൊളിക്കുന്നതും ഈ പരമചെറ്റകളാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കോർണറിൽ പോസ്റ്റർ പ്രദർശനവും മറ്റും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചെറ്റകളുടെ പടം വച്ച് പ്രധാനപ്പെട്ട സെന്ററുകളിലെല്ലാം ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെ അംഗീകാരത്തോടുകൂടി അവരുടെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. കറണ്ട് ചാർജ് വർധനവ് എന്തുകൊണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചില സംസാരങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു. ബോർഡിന് ഇത്രയും ബാധ്യത ഉണ്ടാക്കാൻ കാരണം ഈ പരമചെറ്റകൾ ബോർഡിന് വരേണ്ട വരുമാനങ്ങൾ കേസ് നടത്തുമ്പോൾ തോക്കുന്നത് കൊണ്ടാണ് ബോർഡ് സാമ്പത്തികമായി പരാജയപ്പെടുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ബോർഡിന് നഷ്ടപ്പെടുന്നത്. ഈ പരമചെറ്റകൾക്ക് ചില സാമ്പത്തിക സഹായം ലഭിക്കുന്നത് കൊണ്ടാണ് ഈ കേസുകൾ തോൽക്കാൻ തന്നെ കാരണമെന്ന് ഞങ്ങൾ അവർക്ക് ചില അറിയിപ്പുകൾ നൽകി കഴിഞ്ഞു. അവർ പറഞ്ഞു ഇത് വിശദീകരിക്കണം. ഞങ്ങൾ വിശദീകരിക്കാമെന്ന് സൂചിപ്പിച്ചു. കഴിഞ്ഞ 2020 മുതൽ 2026 വരെ ഞങ്ങൾ നടത്തിയ കറസ്പോണ്ടിങ്ങുകളും മറ്റു രേഖകളും ഞങ്ങളുടെ കൈവശമുണ്ട്. സെൻട്രൽ ഗവൺമെന്റിലേക്ക് അയച്ച രേഖകളും ഞങ്ങളുടെ കൈവശമുണ്ട്. KSEB വിജിലൻസ് അന്വേഷണം നടത്തി പൊളിച്ച കേസുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. സ്ഥലക്കച്ചവടം ഉൾപ്പെടെ ഭൂതത്താങ്കെട്ടും ബാരാപോളും പഴശ്ശിയും എല്ലാം ഉണ്ട്. അതിനാൽ ഞങ്ങൾ ഇനി പരസ്യമായി രംഗത്തിറങ്ങി KSEBയിലെ ഈ വൃത്തികെട്ടവന്മാരെ പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുള്ള ചില ഒരുക്കങ്ങൾ നടക്കുന്നു. അത് എത്രയും വേഗം നടക്കുമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് മിക്കവാറും മാർച്ച് 10 കഴിയുമ്പോൾ നമ്മുടെ പ്രചരണ വാഹനം പുറത്തിറങ്ങാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി ചില കോർണർ മീറ്റിങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ
മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലാ ഡിപ്പാർട്ട്മെന്റിലെ അഴിമതിക്കാരെ പുറത്തു കാണിക്കുവാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ കോർണർ പ്രദർശനം നടത്തുന്നു. ഫോട്ടോ ഉൾപ്പെടെയാണ് പ്രദർശനം നടത്തുന്നത്. KICBക്ക് കറണ്ട് ചാർജ് കൂടാൻ തന്നെ കാരണം എന്തുകൊണ്ടെന്നും റെഗുലേറ്ററി കമ്മീഷനിലെ പരമചെറ്റകൾ എന്താണ് ചെയ്യുന്നതെന്നും KICBയിലെ ലാ ഡിപ്പാർട്ട്മെന്റിലെ ചെറ്റകൾ എന്താണ് ചെയ്യുന്നതെന്നും സൂചിപ്പിച്ചുകൊണ്ട് പ്രചാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ അപ്പീല് പോകാൻ തീരുമാനിച്ചത് തന്നെ നമ്മുടെ ഒരു മുന്നൊരുക്കത്തിൽ നടത്തിയ കത്തിൻ്റെ പ്രയോഗമാണ്. അതിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചില നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. വാർത്തകൾ തുടരുന്നതാണ്.